മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് സാമ്പത്തികമായിട്ട് ഈ ആഴ്ചയിലും ഇവരെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ 11ാം ഭാവത്തിൻ്റെ അധിപനായ ശനി 12ലേക്ക് വരുന്നതിനാൽ ചിലവ് എന്തായാലും കൂടിയിരിക്കുമെന്ന് കാണുന്നു. പക്ഷേ അതിനേക്കാളോ അല്ലെങ്കിൽ അതിനോളമോ തന്നെ വരുമാനം വരുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ചിലവിൻ്റെ ആധിക്യത്തിലൊന്നും ഇവർക്ക് വലിയ ആയാസമോ പ്രയാസമോ ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. എന്നാൽ ശരീരത്തിൽ അറിയപ്പെടാത്ത ചില ഇൻഫെക്ഷൻസിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും മഹാമാരി വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ പലരുമൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങളുടെ ശാരീരികമായ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില കലഹത്തിനോ ചില മാറി നിൽക്കലിനോ ഒക്കെ സാധ്യത കാണുന്നു. തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വില കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. സംശയാതീതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ വേണ്ടി യത്നിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാണുന്നു. പലപ്പോഴും ദമ്പതികൾക്കിടയിൽ ചില പ്രശ്നങ്ങളോ ചില പൊട്ടലും ചുറ്റലും ഒക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശുക്രൻ്റെ 10ലെ നില മാത്രമാണ്. ഇവരെ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 9ാം ഭാവത്തിലാണ്. അപ്പോൾ ശുക്രൻ്റെ 9ാം ഭാവത്തിലെ അനുഗ്രഹം മാത്രമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഗുണം കിട്ടുക. ബാക്കി സാമ്പത്തിക നേട്ടമൊന്നും കാണുന്നില്ല. വ്യക്തി സംബന്ധമായ കാര്യങ്ങളിലും ആരോഗ്യ സംബന്ധ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 24, 25 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്.